പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. വിസ മാസ്റ്റർ കാർഡ് മാതൃകയിൽ ജയ്വാൻ കാർഡ് പുറത്തിറക്കി UAE. രാജ്യത്തിനകത്തും പുറത്തും ഉപയോഗിക്കാവുന്ന കാർഡിന് സാങ്കേതിക സഹായം നൽകി ഇന്ത്യ. UAE സെൻട്രൽ ബാങ്കിന്റെ അനുബന്ധ സ്ഥാപനമായ അൽ ഇത്തിഹാദ് പേയ്മെന്റ്സ് ആണ് രാജ്യത്തെ ആദ്യത്തെ ആഭ്യന്തര കാർഡ് സ്കീമായ ജയ്വാൻ പുറത്തിറക്കിയത്. ഇതോടെ മാസ്റ്റർ കാർഡും വിസ കാർഡും അന്താരാഷ്ട്ര തലത്തിൽ വാഗ്ദാനം ചെയ്യുന്നതുപോലെ ദേശീയ പേയ്മെന്റ് സംവിധാനം UAEക്കും സ്വന്തമായി. ഇന്ത്യയാണ് ഇതിനുള്ള സാങ്കേതിക സഹായം നൽകിയത്. വ്യക്തികൾക്കും ബിസിനസ്സുകൾക്കും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ ഒരു പേയ്മെന്റ് ഓപ്ഷൻ നൽകുക എന്നതാണ് ജയ്വാൻ ലക്ഷ്യമിടുന്നതെന്ന് അൽ ഇത്തിഹാദ് പേയ്മെന്റ്സ് അറിയിച്ചു. ഓൺലൈൻ ഇടപാടുകൾ, ATM പിൻവലിക്കലുകൾ, പോയിന്റ് ഓഫ് സെയിൽ പർച്ചേസുകൾ എന്നിവയ്ക്കായി ഉപയോഗിക്കാവുന്ന ഡെബിറ്റ്, പ്രീപെയ്ഡ്, ക്രെഡിറ്റ് കാർഡുകൾ ഉൾപ്പെടെ വ്യത്യസ്ത തരം കാർഡുകൾ ഈ പദ്ധതി വാഗ്ദാനം ചെയ്യും. കാർഡിന്റെ ഉപയോഗം കൂടുതൽ വികസിപ്പിക്കുന്നതിന് ഡിസ്കവർ, മാസ്റ്റർ കാർഡ്, വിസ, യൂണിയൻ പേ തുടങ്ങിയ അന്താരാഷ്ട്ര പേയ്മെന്റ് നെറ്റ്വർക്കുകളുമായി അൽ ഇത്തിഹാദ് പേയ്മെന്റ്സ് പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. 2025 പകുതിയോടെ ഇന്ത്യയിലും മറ്റു വിദേശ രാജ്യങ്ങളിലും ജയ്വാൻ കാർഡ് ഉപയോഗിക്കുന്നത് സംബന്ധിച്ച കരാറുകളിൽ ഉടൻ ഒപ്പുവയ്ക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. രത്നങ്ങളുടെയും ആഭരണങ്ങളുടെയും കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയും തായ്ലാന്റും ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യയിൽ നിന്ന് തായ്ലൻഡിലേക്കുള്ള രത്നങ്ങളുടെയും ആഭരണങ്ങളുടെയും കയറ്റുമതി തായ്ലൻഡിന്റെ മൊത്തം കയറ്റുമതി ലക്ഷ്യത്തിന്റെ 15% വരും. ഇന്ത്യയിൽ നിന്ന് രത്നങ്ങളും ആഭരണങ്ങളും ഇറക്കുമതി ചെയ്യുന്ന ആദ്യ 10 രാജ്യങ്ങളിൽ ഒന്നാണ് തായ്ലൻഡ്. നടപ്പു സാമ്പത്തിക വർഷത്തിലെ ആദ്യ 10 മാസങ്ങളിൽ ഇന്ത്യയുടെ രത്നങ്ങളുടെയും ആഭരണങ്ങളുടെയും മൊത്ത കയറ്റുമതി $23,188.12 മില്യൺ ആണ്. മുൻ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 12.11% ഇടിവ് കാണിക്കുന്നു. ജെംസ് ആൻഡ് ജ്വല്ലറി റിസർച്ച് ആൻഡ് ലബോറട്ടറി സെന്റർ ധാരണാപത്രം ഒപ്പുവെച്ചു. ജ്വല്ലേഴ്സ് അസോസിയേഷൻ ജയ്പൂരും ചന്തപുരി ജെം ആൻഡ് ജ്വല്ലറി ട്രേഡേഴ്സ് അസോസിയേഷനും തമ്മിൽ രണ്ടാമത്തെ ധാരണാപത്രവും ഒപ്പുവെച്ചു. മൂന്നാമത്തേത് സീതാപുര ജെംസ് ആൻഡ് ജ്വല്ലറി ഇൻഡസ്ട്രി അസോസിയേഷനും തായ് സിൽവർ എക്സ്പോർട്ടർ അസോസിയേഷനും തമ്മിലുള്ളതാണ്. രത്ന നിലവാരം ഏകോപിപ്പിക്കുന്നതിനും സംയുക്ത ഗവേഷണം, വിജ്ഞാന വിനിമയം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും ധാരണാപത്രം വഴി സാധിക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കുവൈറ്റിൽ ട്രാഫിക് നിയമലംഘനങ്ങൾക്കുള്ള പിഴയിൽ ഇളവ് നൽകിയെന്ന വാർത്ത വ്യാജമെന്ന് ആഭ്യന്തര മന്ത്രാലയം. പൊതുജനങ്ങൾ വ്യാജ വാർത്തകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി. കുവൈറ്റിൽ ദേശീയ ദിനാഘോഷങ്ങൾ പ്രമാണിച്ച് ട്രാഫിക് നിയമലംഘനങ്ങളിൽ ഇളവ് നൽകുമെന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ദേശീയ ദിനാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ട്രാഫിക് നിയമലംഘനങ്ങളിൽ 30% ഇളവ് നൽകുന്നുവെന്ന വാർത്തകളാണ് പ്രചരിച്ചത്. ഇത് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം നിഷേധിച്ചതോടെ വ്യാജമെന്ന് തെളിഞ്ഞു. വിവരങ്ങൾ പരിശോധിക്കേണ്ടതിന്റെ പ്രാധാന്യം മന്ത്രാലയം ഊന്നിപ്പറയുകയും അടിസ്ഥാനരഹിതമായ കിംവദന്തികൾ വിശ്വസിക്കരുതെന്ന് പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. വാർത്തകൾ പങ്കിടുന്നതിനോ പ്രചരിപ്പിക്കുന്നതിനോ മുമ്പ് എല്ലാവരോടും ഔദ്യോഗിക ഉറവിടങ്ങളെ ആശ്രയിക്കാനും അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. അബുദാബിയിൽ പുതിയ ഫെറി ടെർമിനൽ ആരംഭിച്ചു. ഇന്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് സെന്റർ അബുദാബി മാരിടൈമുമായി സഹകരിച്ചാണ് പുതിയ ടെർമിനൽ ആരംഭിച്ചത്. അബുദാബിയിലെ അൽ അലിയ ദ്വീപിൽ പുതിയ ഫെറി ടെർമിനൽ ആരംഭിച്ചു. എമിറേറ്റിലെ താമസക്കാർക്കും സന്ദർശകർക്കുമുള്ള യാത്രാ സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ടെർമിനൽ തുറന്നത്. അൽ അലിയ ദ്വീപിനെ അബുദാബിയുടെ മറ്റു ഭാഗങ്ങളുമായി ഈ ടെർമിനൽ ബന്ധിപ്പിക്കും. കൂടാതെ ചരക്കുകൾ അതിവേഗം എത്തിക്കുന്നതിനും താമസക്കാർ, സന്ദർശകർ, തൊഴിലാളികൾ എന്നിവരുടെ യാത്ര എളുപ്പമാക്കാനും പുതിയ ടെർമിനൽ സഹായിക്കും. അത്യാധുനിക സൗകര്യങ്ങളോടെ ആരംഭിച്ചിരിക്കുന്ന പുതിയ ടെർമിനലിന്റെ ആകെ വിസ്തീർണം 3900 ചതുരശ്ര മീറ്ററാണ്. 60ഓളം യാത്രക്കാർക്കുള്ള ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട്. റോറോ കപ്പലുകൾ ഇറക്കുന്നതിനും കയറ്റുന്നതിനുമുള്ള 15 മീറ്റർ, 12.5 മീറ്റർ ബർത്തുകൾ, 80 ചതുരശ്ര മീറ്റർ വരുന്ന ഓഫീസ് കെട്ടിടം, 7 പാർക്കിംഗ് സ്ഥലങ്ങൾ, 6 ട്രക്ക് പാർക്കിംഗ് സ്ഥലങ്ങൾ എന്നിവയും ടെർമിനലിൽ ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. UAE-യിലെ വാഹന ഉപയോക്താക്കൾക്ക് ആശ്വാസമായി ഇന്ധനവില കുറയ്ക്കുന്നു. പുതിയ വില നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. UAE ഇന്ധന വില നിർണയ സമിതിയാണ് പെട്രോൾ, ഡീസൽ വില തീരുമാനിക്കുന്നത്. പെട്രോൾ ലിറ്ററിന് കഴിഞ്ഞ മാസത്തേക്കാൾ 2 ഫിൽസും ഡീസൽ ലിറ്ററിന് 5 ഫിൽസുമാണ് കുറഞ്ഞത്. സൂപ്പർ 98 പെട്രോൾ ലിറ്ററിന് 2.74 ദിർഹമാണ് പുതുക്കിയ നിരക്ക്. സ്പെഷ്യൽ 95 പെട്രോൾ ലിറ്ററിന് 2.63 ദിർഹം, E+91 പെട്രോളിന് 2.54 ദിർഹം എന്നിവയാണ് പുതുക്കിയ നിരക്ക്. E+91 പെട്രോൾ ലിറ്ററിന് 2.55 ദിർഹമാണ് ഫെബ്രുവരി മാസത്തെ നിരക്ക്. ഡീസൽ ലിറ്ററിന് 2.77 ദിർഹമാണ് നിരക്ക്. നിലവിൽ ഇത് 2.82 ദിർഹമായിരുന്നു. ഫെബ്രുവരി 2 മാസത്തിനു ശേഷം ഇന്ധനവില കുത്തനെ വർദ്ധിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.
റമദാൻ പ്രമാണിച്ച് പൊതുഗതാഗത സംവിധാനങ്ങളുടെ സമയക്രമത്തിൽ മാറ്റം. റിയാദ് മെട്രോ പുലർച്ചെ 2 വരെ സർവീസ് നടത്തും. റമദാൻ പ്രമാണിച്ച് റിയാദ് മെട്രോയുടെയും പൊതുഗതാഗത ബസ്സുകളുടെയും ദൈനംദിന പ്രവർത്തന സമയം പ്രഖ്യാപിച്ച് റിയാദ് പബ്ലിക് ട്രാൻസ്പോർട്ട് അധികൃതർ. റമദാനിലെ വെള്ളിയാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും അർദ്ധരാത്രിക്ക് ശേഷം പുലർച്ചെ 2 മണിവരെ റിയാദ് മെട്രോ സർവീസുകൾ നടത്തും. പൊതുഗതാഗത ബസ്സുകൾ പുലർച്ചെ 3 മണിവരെ പ്രവർത്തിക്കും. പുണ്യമാസത്തിൽ പൊതുഗതാഗതം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ സമയക്രമം തീരുമാനിച്ചിരിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം മാത്രമേ റിയാദ് മെട്രോ സർവീസ് ആരംഭിക്കൂ. അന്ന് പുലർച്ചെ 3 മണിവരെ സർവീസ് തുടരും. പൊതുഗതാഗത ബസ്സുകൾ എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ പുലർച്ചെ 3 മണിവരെ സർവീസ് നടത്തുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.